ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ, നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് പോത്തിൻ്റെ പതിരില്ലേ, പതിര് എങ്ങനെ ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ. ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളും ഉണ്ടെന്ന് പറയാം. നമ്മുടെ ഡെലിവറി ടൈമിലൊക്കെ മുലപ്പാൽ വർദ്ധിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ ഇതൊക്കെ നുറുക്കി നന്നായി കഴുകി വൃത്തിയാക്കി നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് നല്ല തിളച്ച വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് കുറച്ച് നേരം നന്നായിട്ട് ആ വെള്ളത്തിൽ ഇതങ്ങോട്ട് കിടക്കണം കേട്ടോ. അപ്പം സ്പൂൺ വെച്ചിട്ട് ഇളക്കി എല്ലായിടത്തും ഒരുപോലെ വെള്ളമാവാൻ നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഇതിൽ നിന്നുള്ള ഒരു അഴുക്കൊക്കെ അങ്ങ് പോയി നല്ല സെറ്റായിട്ട് വരും. അതുപോലെ ഇതിൻ്റെ കറി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ വേറെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. എന്നിട്ട് 1-2 വട്ടം പച്ചവെള്ളത്തിലൊന്ന് കഴുകി ഇതേ അരിച്ച് ഊറ്റിയെടുക്കാം കേട്ടോ. ഇനി അതിനെ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒരു 2 മിനിറ്റ് സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഇതങ്ങ് സെറ്റാവും. പിന്നെ വെള്ളം വേണമെങ്കിൽ മാത്രം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും. ഇതെന്നിട്ട് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് ഒരു 10-12 വിഷിൽ വരെ വേവിച്ചെടുക്കണേ. അപ്പോഴാണ് പതിര് നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ കേട്ടോ. അങ്ങനെ കുക്കർ അടുപ്പത്ത് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അതെ, പതിരൊക്കെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കൊരു സ്പൂണിൽ ഒരെണ്ണം ഒന്ന് എടുത്തിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം നല്ല സോഫ്റ്റായിട്ട് അതിങ്ങ് അടർന്ന് പോരണ്ടെങ്കിൽ പതിര് വെന്തു എന്നാട്ടോ അർത്ഥം. ഞങ്ങളിവിടെ ഇതിനെ പോത്തിൻ്റെ പതിരെന്നാണ് പറയണേ. ഇനിയിപ്പോൾ എല്ലാ സ്ഥലത്തും ഇങ്ങനെയാണോ പറയണേന്ന് എനിക്കറിയില്ല കേട്ടോ. ഇനി വെള്ളമൊക്കെ വറ്റി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് വേറെ നല്ലൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയൊന്ന് പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഉലുവ പൊട്ടി വരുമ്പോഴേക്കും ചെറുതായിട്ട് കൊത്തി എരിഞ്ഞിട്ടുള്ള സവാള ഒരെണ്ണം അങ്ങ് ചേർത്ത് കൊടുക്കാം. വലിയ സവാളയാണെങ്കിൽ 1 മതി, ചെറുതാണെങ്കിൽ 2 എടുത്തോട്ടോ. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി മുഴുവനെ തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടങ്ങ് മൂത്ത് വരണ വരെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഉള്ളിയൊക്കെ നന്നായിട്ടങ്ങ് വാടി വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമുക്ക് സ്വല്പം പൊടികൾ ചേർത്താൽ മതിയേ. ആദ്യം നമ്മൾ വേവിക്കാൻ നേരത്ത് ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇതിലേക്ക് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഒരു സ്വല്പം തന്നെ മുളക് പൊടി. അപ്പോൾ എരിവ് അധികമായി പോകാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഒപ്പം സ്വല്പം ഒരു കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കണേ. ഒരു 1 മിനിറ്റ് ഇട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കണം. ഒപ്പം ഞാനിവിടെ ചുക്കിൻ്റെ പൊടി ചേർക്കണ്ട കേട്ടോ. ഇഞ്ചി ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനൊരു പൊടി ചുക്കിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണം. അതൊരു നല്ല ഫ്ലേവറാണ് കേട്ടോ ഈ റെസിപ്പിയിൽ. ഇനി ഇതെല്ലാം 1 മിനിറ്റ് ഒന്ന് നല്ല പച്ചമണം മാറുന്ന വരെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള പതിര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പതിര് ചേർത്ത് കൊടുത്ത് ആ പതിരിലെ വെള്ളം എല്ലാം വറ്റി വരുന്നവരെ നന്നായിട്ട് അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് മുലപ്പാൽ ഉണ്ടാവാനായിട്ട് ഏറ്റവും നല്ലതാണ്. എൻ്റെ 3 ഡെലിവറിയിലും എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. ആദ്യത്തെ 2ഉം ഡെലിവറി ആയതുകൊണ്ട് തന്നെ പാലിന് അത്ര കുഴപ്പമില്ലായിരുന്നു. പക്ഷെ 3ാമത്തത് ട്വിൻസും ഓപ്പറേഷനും കൂടെ വന്നപ്പോൾ നന്നായിട്ട് പാല് കുറഞ്ഞു പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി തരാറുള്ളത് കേട്ടോ. നല്ല എഫക്റ്റീവായിട്ടുണ്ട്. നമ്മൾ ഒരാഴ്ചയിൽ 1 തവണയോ അല്ലെങ്കിൽ മാസത്തിൽ 1 തവണയോ നമുക്കിടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയാൽ എന്തായാലും നമുക്ക് നല്ല കട്ടൻ ചായയുടെ കൂടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെറുതെ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സ്പൈസി ആക്കാണ്ട് ഉണ്ടാക്കുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എനിക്ക് സക്സസ് ആയത് നിങ്ങൾക്കും ഉറപ്പായും സക്സസ് ആവും. കൂടെ തന്നെ ഒരു സ്പൂൺ നെയ്യിൽ സ്വല്പം ചെറിയ ജീരകം ഇല്ലേ, വെള്ളമൊക്കെ തിളപ്പിക്കണേ, ആ ജീരകം വെറും വയറ്റിൽ 1 സ്പൂൺ അങ്ങ് കഴിച്ചാലും നമുക്ക് പാലുണ്ടാവാൻ നല്ലതാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ ഉപകാരമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതുപോലെ പാല് കുടിക്കുന്ന അല്ലെങ്കിൽ പാല് കൊടുക്കുന്ന അമ്മമാർക്കൊക്കെ ഒന്നങ്ങ് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. സിമ്പിളാണ്, നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി പതിര് ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്തെടുത്തത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. ഉറപ്പായിട്ടും പാല് കൊടുക്കുന്ന അമ്മമാർക്കൊക്കെ നല്ല ഉപകാരമായിരിക്കും കേട്ടോ. എനിക്ക് ഉപകാരം ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. വീണ്ടും നല്ല വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.